പോവാണ് ഓമിയുടെ ഫസ്റ്റ് ടൈം ഇൻ മോൾഡോസ്. എന്റെ തേർഡ് ടൈം ആൻഡ് അശ്വിന്റെ സെക്കൻഡ് ടൈം ഇൻ മോൾഡോസ്. ഞാൻ ഫസ്റ്റ് ടൈം പോയത് അമ്മു, ഇഷാനി, റിയ ചേച്ചിയുടെ ഒക്കെ കൂടെയാണ്. ഓ എന്റെ ഫോർത്ത് ടൈം ആണ്. തന്റെ തേർഡ് ടൈമോ? ഓ അശ്വിന്റെ തേർഡ് ടൈം. എന്റെ ഫോർത്ത് ടൈം, ഓമിയുടെ ഫസ്റ്റ് ടൈം. അശ്വിൻ രാവിലെ തൊട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇളകി കിടക്കുകയാണ്. എന്താ പറ്റിയത്? അശ്വിൻ കവറും കൂടെ എടുത്തു, മനോജിന് കൊടുക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് താഴെ എത്തിയതിനു ശേഷം കാണാം. സോറി, ചെരുപ്പ് ഇടാമെന്ന് നോക്കിയപ്പോൾ എന്റെ ചെരുപ്പ് കണ്ടില്ല. അതാണ് ഞാൻ പിന്നെ താഴെ എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് ഓമി എക്സൈറ്റഡ് ആണ്. ഓമി ബീച്ചൊക്കെ കാണാൻ അല്ലെങ്കിൽ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഹി ലൈക്സ് വാട്ടർ. അപ്പോൾ അവന് ഒരു എക്സൈറ്റിംഗ് ട്രിപ്പ്, ഒരു മെമ്മറബിൾ ട്രിപ്പ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓമി ഓമി നമ്മൾ ടേക്ക് ഓഫ് ചെയ്തില്ല, ഓൺ ദ വേ. നമുക്ക് നല്ല ഉറക്കം. അപ്പോൾ ഉറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 1/2 hour 45 minutes ആയി. നല്ല ഉറക്കം. അവിടെ എത്തുന്നവരെ ഉറങ്ങുമെന്ന് നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നു. ഇത് കുഞ്ഞ് ഫ്ലൈറ്റ് ആട്ടോ. ഞാൻ ലാസ്റ്റ് ഇതേപോലത്തെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നല്ലോ. ഞാൻ കൊച്ചി പൊക്കോട്ടിരിക്കുന്നത്. ഐ വാസ് അറൌണ്ട് 5 months പ്രഗ്നന്റ്. അന്ന് ഈ ഫ്ലൈറ്റ് ഒരു കുഞ്ഞ് സഫക്കേറ്റഡ് ഫ്ലൈറ്റാണ്. പക്ഷെ അന്നത്തെ അത്രയും സഫക്കേഷൻ ഇന്നില്ല. നമ്മൾ മിനി ഹാൻഡ് ഫാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകും. സോ നമുക്കിനി സ്നാക്സ് ഒക്കെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് കൊണ്ടുവന്നിട്ട് കാണാം അല്ലേ? കുറേ ടേപ്പ് കൊണ്ടുവന്നിട്ട് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് നേരം അവൻ അത് പിടിച്ച് സമയം പോകുന്നുണ്ട്. ഇതും കളിച്ച് സമയം പോകുന്നുണ്ട്. പിന്നെ അവന് ഡ്രൈഡ് ബെറീസ് approximately 9 kilometers in Mondo destination Malé. Temperature for destination is 31 degrees with like a moderate rain around the airfield, and cumulative nimbus approximate destination north and northwest. Will be shortly commence our descent. Proper descent we expecting like to moderate turbulence. Requesting on the master. So that's our update. Once again, thank you all for choosing Indigo. Have a pleasant stay. Cabin crew please. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയതുകൂടെ കൊണ്ടാണ് മോൾഡോസിൽ പോകുന്നത്. ഇതെനിക്ക് അമ്മ തന്ന ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ്. വാച്ചിൻ്റെ കൂടെ ഇടാൻ പറ്റിയത്. ഇവിടെ എനിക്ക് അശ്വിൻ ഓൾറെഡി തന്ന എൻഗേജ്മെന്റ് റിംഗ് ഉണ്ട്. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് അശ്വിൻ മേടിച്ച വീണ്ടും പുതിയ കുറച്ച് റിങ്സ് ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ലുക്സ് വെരി പ്രിറ്റി. അങ്ങനെ മോൾഡോസിൻ്റെ ഐലൻഡ്സ് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ ലാൻഡ് ആവാറായി ഓൾമോസ്റ്റ്. ഇച്ചിരി ഒരു മഴ സീസണാണ്. സത്യം പറഞ്ഞാൽ അശ്വിനും മഴ സീസണല്ലേ ഇഷ്ടം. നമ്മൾ 3 വർഷം മുന്നേ വന്നപ്പോഴും ഇതേ വെതർ ആയിരുന്നു അല്ലേ? ടർബുലൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേരും നല്ല ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ ലാൻഡ് ചെയ്തിട്ട് കാണാം. നല്ല മഴയുണ്ട്. നമ്മൾ കറക്റ്റ് 3 വർഷം മുന്നേ വന്നപ്പോഴും ഇതേപോലെയാണ് നമ്മൾ ലാൻഡ് ചെയ്ത് വരുന്നത്. ഓൾമോസ്റ്റ് ഈ സെയിം ടൈമാണ് നമ്മൾ വന്നത്. നൂൺ ടൈം ബിഫോർ ലഞ്ച്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ മോൾഡോസ് എയർപോർട്ടിൽ വന്നപ്പോൾ മോൾഡോസ് എയർപോർട്ടിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞാൻ 3 വർഷം മുന്നേ ഒക്കെ എങ്ങനെയാണ് വരുന്നത് അത് തന്നെയായിരുന്നു. ഒരു ഭംഗിയില്ലാത്തൊരു എയർപോർട്ടായിരുന്നു. ഇപ്പോൾ അൺബിലീവബിൾ എന്നേ പറയാൻ പറ്റൂ. ബിക്കോസ്
ആ പഴയ എയർപോർട്ടായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു എയർപോർട്ടിലാണ് ഞാൻ ഇപ്പോൾ വന്നിറങ്ങിയത്. ഇമിഗ്രേഷൻ തൊട്ട് ബാത്റൂം തൊട്ട് ലഗേജ് വരുന്ന ഏരിയ തൊട്ട് എവ്രി സിംഗിൾ തിങ് ലുക്സ് പിക്ചർ പെർഫെക്റ്റ്. അത്ര ഭംഗിയായിട്ടാണ് അവരിപ്പോൾ ഈ എയർപോർട്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം കാണിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. എവ്രിതിങ് ഈസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഓമിതേ ലാൻഡ് ചെയ്ത സന്തോഷത്തിയിരിക്കുന്നു. നമുക്കിനി പെട്ടി എടുക്കണം, ഇറങ്ങണം. നമ്മൾ 3 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ത്രൂ നമ്മളെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതേ പുള്ളി തന്നെയാണ് ഇന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നതാണ് കേട്ടത്. ഇന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. യെസ്, 3 വർഷം മുന്നേ നമ്മൾ മോൾദീവ്സിൽ എങ്ങനെയാണോ വന്നത് അതേപോലെ ഇത്തവണ വന്നിരിക്കുന്നത് ത്രൂ ബഡ്ജറ്റ് ഹോളിഡേയ്സ്. ആർ വൺ ആൻഡ് ഓൺലി ട്രസ്റ്റഡ് ബ്രാൻഡ്. ഹായ്, ബാത്റൂം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? ഓമി ഇപ്പോൾ പലപ്പോഴും എൻ്റെ കൂടെ ഇരിക്കത്തില്ല, അവൻ അശ്വിൻ്റെ കൂടെ തന്നെ പോകണം. ദേ പ്രശ്നം ഉണ്ടാക്കി ദൂരെ പോകുന്നുണ്ട് അശ്വിൻ്റെ കൂടെ. കാര്യമായിട്ടാണ് അവൻ്റെ കൂടെ പോകുന്നത്. ഞാൻ പെട്ടിയെടുക്കാനായി ബാക്കിൽ ട്രോളിയൊക്കെ ആയി പിന്നാലെ പോകുന്നു. നമ്മുടെ പെട്ടി വന്നു എന്തോ, നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. ബാത്റൂമിലൊക്കെ കയറിയുണ്ട്. പെട്ടി ഇനിയിപ്പോൾ കറങ്ങി വരണം. ഓമി, അശ്വിൻ, ഓമി അവനൊന്ന് തിരിച്ചേ. അങ്ങനെ നമ്മളിത് എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. ആരുടെ കണ്ണേറ് കിട്ടിയതാണെന്ന് പോലും അറിയില്ല. ഇവിടെ എത്തി. നമ്മുടെ ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. നമ്മുടെ മാത്രമല്ല, വേറെ 3-4 പേര് നമ്മുടെ ഉണ്ടെന്ന്, അവരുടെയൊക്കെ വന്നിട്ടില്ല. നമ്മൾ പോയി ചോദിച്ചപ്പോൾ വളരെ കാഷ്വലായിട്ട് ഈ പ്രമുഖ ബ്രാൻഡായ ഇൻഡിഗോ പറഞ്ഞു ഫ്ലൈറ്റിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവർ നൈസായിട്ട് അങ്ങ് മാറ്റിയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചു എന്താ. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവർ 5-6 പേരുടെ മാറ്റി. അപ്പം നമ്മളോട് ചോദിക്കാതെ നമ്മളെ ഇൻഫോം പോലും ചെയ്യാതെയാണോ മാറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ പൊട്ടം കളിക്കുക. അവർ പറഞ്ഞു നിങ്ങൾ ഇൻഫോം ചെയ്തില്ലേ? അയ്യോ, നമ്മൾ പറഞ്ഞു ഇല്ല, ഇൻഫോം ചെയ്തില്ല. കുഞ്ഞിൻ്റെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും ഫുൾ സാധനങ്ങൾ അതിനകത്താണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെപ്പാട് ഒരു പെട്ടിയും ചട്ടിയും കൊണ്ടാണ് വന്നത്. വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഒന്നും ഇടാനില്ല, ഒന്നുമില്ല. എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താണ്. എന്തോ ഭാഗ്യത്തിന് കൊച്ചിൻ്റെ ഡയപ്പർ നമ്മൾ ക്യാബിൻ പെട്ടി വെച്ചുകൊണ്ട് അതെങ്കിലും കിട്ടി. ഇൻഡിഗോ എടുത്ത് ഇതെനിക്ക് ഇൻഡിഗോയുടെ ഏതെങ്കിലും ഒരാളിത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇമാതിരി പരിപാടി ആരോടും കാണിക്കരുത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് പൈസയും കൊടുത്ത് വരുന്നത്, നമ്മൾ പെട്ടി നാട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരാനല്ല നിങ്ങൾക്ക് പൈസ തരുന്നത്. അത് നമ്മൾ നല്ല ഒരൊറ്റ കസ്റ്റമറിനെ പോലും ബുദ്ധിമുട്ടിയത്. ദേവി ഇത് കുഞ്ഞൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അവരുടെ പെട്ടി ചട്ടിയൊക്കെ എടുത്ത് മാറ്റുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ദിവസം 24 hours കഴിഞ്ഞ് പെട്ടി എത്തിച്ചാൽ ആ 24 hours നമ്മൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് ഇസ് വെരി വെരി ചീപ്പ് ഓഫ് ഇൻഡിഗോ, എക്സ്ട്രീംലി ചീപ്പ് ഓഫ് ഇൻഡിഗോ. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഞാൻ എന്തിനു വന്നതാണ് ആർജിക്കുന്നത്. ഇതിനേക്കാൾ വല്ല ശ്രീലങ്കൻ എയർലൈൻസിൽ വല്ല ലേ ഓവർ ഇട്ട് വരായിരുന്നു. വല്ലാത്തൊരു വൃത്തിയായിട്ട് എക്സ്പീരിയൻസ് ആയിപ്പോയി. അതിവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കൊന്നും മറ്റേ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ നിൽക്കുന്നു. അതിനിപ്പോൾ എന്താ, ഒരു പെട്ടിയല്ലേ നാട്ടിലായത് എന്നുള്ള പോലെ. എനിവേസ്, അപ്പോൾ നമ്മളിതേ ഇപ്പോൾ സങ്കടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ ഉള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. അതിവിടെ വന്ന് ബില്ല് കാണിച്ചാൽ അവർ കോമ്പൻസേറ്റ് തരാമെന്ന് പറയുന്നു. ഇനി അത് എത്രത്തോളം വലിയ സത്യാവസ്ഥ അതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഷോപ്പ് ചെയ്യാൻ പോകുന്നു. ആ ഷോപ്പിംഗ് ബില്ല് മൊത്തം ഇവിടെ കാണിക്കുന്നു. അവർ തന്നേ പറ്റത്തുള്ളൂ, അത്രയേ ഉള്ളൂ. അത്രയ്ക്കുള്ള മര്യാദയെങ്കിലും ഇൻഡിഗോയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർ ബിഫോർ ടൈം എത്തുന്നല്ലാതെ വേറൊരു ഗുണമില്ല. അത്രയ്ക്ക് ഒരു മോശപ്പെട്ട സാധനമാണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ നടന്നത്. ഒരു മര്യാദയ്ക്ക് നമുക്കല്ല, കുറെ പേരുണ്ട് അവിടെ സത്യം പറഞ്ഞാൽ അവിടെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. ട്രിവാൻഡ്രത്തിൽ 1 മണിക്കൂർ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ ഒരു പേരിനെങ്കിലും പറഞ്ഞതെങ്കിൽ ഏതെങ്കിലും ഈ നിങ്ങളുടെ പെട്ടി നമ്മൾ മാറ്റി കേട്ടോ എന്നൊന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഫ്ലൈറ്റിനെങ്കിലും ഇറങ്ങി. ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കണം. ഇവന്റെ ഡ്രസ്സ് എല്ലാം ഒരു അല്ല മീൻസ് ഞാൻ പറയില്ലേ, അത് ഇവരുടെ ഒരു അഹങ്കാരം മാത്രമാണ് ഇൻഡിഗോയുടെ. ബിക്കോസ് അവരുടെ ഒരു മോണോപ്പൊളി ഉണ്ടല്ലോ, അത് നിർത്തണം. അതായത് നമ്മുടെ ഇങ്ങോട്ടൊരു ഫ്ലൈറ്റും ഇല്ലാന്ന് സന്തോഷം. നമുക്ക് മീൽ ഓൾറെഡി പ്രീ ബുക്ക് ആയിരുന്നു. അപ്പം നമ്മുടെ മീലിൽ നമുക്കൊരു ജ്യൂസ് ഉണ്ട്, അത് നമുക്ക് തന്നു. അപ്പോൾ കൊച്ചു പാവം ഈ ബട്ടർ മിൽക്ക് അവർ എനിക്ക് തന്നപ്പോൾ അവനത് നോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ നിന്ന് കൊടുത്തപ്പോൾ അത് തീർന്നു. എനിക്കും താഴ്ച്ചുകൊണ്ട് ഞാനും കുടിച്ചു. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു ക്യാൻ ഐ ഗെറ്റ് സം ബട്ടർ മിൽക്ക് എന്ന് ചോദിച്ചു ഫോർ ദ ബേബി. അവർ പറഞ്ഞു ക്യാഷ് നെറ്റ് മേടിച്ചാൽ തരാം. അപ്പം ഞാനിങ്ങനെ അതൊക്കെ അത് എല്ലാവരുടെ ഉള്ള റൂള് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ഫോർമാലിറ്റികൾ ഇത്രയെങ്കിലും ഒഴിച്ചു കൊടുത്തെന്നും പറഞ്ഞ് ഇത്തിരി മനുഷ്യത്വം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എടോ, ഞാൻ എമിറേറ്റ്സിലൊക്കെ
ഒരു സ്ട്രോബെറി തരാമോ എന്ന് കൊച്ചിന് വേണ്ടി ചോദിച്ചപ്പോ എനിക്കൊരു ബൗൾ നിറച്ച് സ്ട്രോബെറി അവർ എടുത്തു തന്നു. ഈ മോണോപ്പൊളി ഇപ്പൊ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് അവർ ഏറ്റവും കൂടുതൽ ഇൻഡിഗോനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിന്റെ മൊടയാണ്. അതിന്റെ അവര് അപ്പൊ നമുക്ക് വേറെ വഴിയില്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അവിടെ മാത്രമേ പറ്റത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എയർ ഇന്ത്യ ആ കാര്യത്തിലൊക്കെ ഡീസന്റ് ആണ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞോളൂ അവർക്ക് അത്ര ഫ്ലൈറ്റ്സ് ഇല്ലാത്തത് ഡൊമസ്റ്റിക്കിനൊക്കെ. പക്ഷെ ആ കാര്യത്തിലൊക്കെ എയർ ഇന്ത്യ സമ്മതിക്കാം. ചിലതൊക്കെ നമ്മൾ എല്ലാ ഫ്ലൈറ്റിനും അവരവരുടെ മോശവും ഗുണവും ഉണ്ട്. ഇൻഡിഗോയുടെ കാര്യം പറയാലോ, ആക്ച്വലി പൈസ കുറവുള്ളതുകൊണ്ടാണ് എല്ലാരും അത് എടുക്കുന്നത്. വ്ളോഗിന് ഒരു തമ്മീല് കിട്ടി. അത് ശരിയാ. ബട്ട് ഇനി നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഹോളിഡേസ് വഴി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തക്കിട്ടൊക്കെ ഇപ്പൊ തന്നെ അരുൺ നമ്മള് 3 വർഷം മുന്നേ നമ്മുടെ പഴയ 3 വർഷം മുന്നാടി നമ്മുടെ വ്ളോഗിലുണ്ടായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു അരുൺ അന്നും. അപ്പൊ ഇന്നും വയസ്സായി. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ കൊച്ചുമായിട്ട്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ബി പോസിറ്റീവ്. നമുക്ക് ഉള്ള ഇൻഡിഗോ നെഗറ്റിവിറ്റി തൽക്കാലത്തേക്ക് മറക്കാം. ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് ആ ഒരു ബ്യൂട്ടി എങ്കിലും ആഘോഷിക്കാം. നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് ഷോപ്പ് ചെയ്യാം. അതിന്റെ ബില്ല് ഇൻഡിഗോയുടെ പള്ളക്ക് വെച്ചു കൊടുക്കാം. നല്ല വില കൂടിയ ജെട്ടി വരെ വാങ്ങിച്ചോളാം കേട്ടോ. അത് നമ്മൾ വിട്ട് കളയരുത്. നമ്മൾ ഇവരോട് ചോദിച്ചാൽ പറയണം നമ്മൾ എക്സ്പെൻസീവ് ജെട്ടി മാത്രം ഇടാറുള്ളൂ. എനിക്കൊരു മേക്കപ്പ് റിമൂവർ വേണം. മേക്കപ്പ് മൊത്തം എടുത്ത് മാറ്റാം. മേക്കപ്പ് മൊത്തം ലിപ്സ്റ്റിക്കും മസ്കാരയും അതെനിക്ക് മാറ്റിയേ പറ്റൂ, കമ്പൽസറി. പിന്നെ ബേബിക്ക് ഇടാൻ ഒരു 2 ക്ലോത്ത്സ് വേണം. നമുക്ക് മാറി ഇടാൻ ഒരു 2 ക്ലോത്ത്സ് വേണം. രാത്രി ഇടാനും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ. കാരണം ഇത് രാവിലെ ഇട്ടതാ, രാവിലെ 8 മണിക്ക് മുഷിഞ്ഞ് മാറിയിരിക്കാൻ. ഒന്ന് കുളിച്ചിട്ട് പോലും ഇല്ല. ബാക്കിയെല്ലാം നാളെ ഇനി എപ്പോഴാണോ ഇൻഡിഗോക്ക് തോന്നി അതിനെ കെട്ടിയെടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നാളെ ഈ ടൈം ഫ്ലൈറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണോ അത് പറയുന്നത്? ട്രിവാൻഡ്രത്ത് ഇവിടെ ചോദിച്ചപ്പോഴേക്ക് നമ്മൾ കൊച്ചുള്ളവരെ ബുദ്ധിമുട്ടിക്കത്തില്ല. പക്ഷെ അത് എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല. എന്റെ അച്ഛൻ വളരെ വ്യക്തമായി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അവരെ അറിയിച്ചൂടായിരുന്നോ? ഇന്ന് അറ്റ്ലീസ്റ്റ് അവരെ ഫ്ലൈറ്റ് വെറുതെ കഷ്ടപ്പെട്ട് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്തിനു വേണ്ടി അവര് ലഗേജ് ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചു. ദിസ് ഇസ് വെരി ബാഡ് ഓഫ് യു. അത് നമ്മൾ ലഗേജ് കൊടുത്തതിന് ശേഷം അവർ നമ്മളോട് പറഞ്ഞു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തോ, സ്കാൻ ചെയ്തിട്ട് അറിയിക്കാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. ഫ്ലൈറ്റ് റൂൾ അനുസരിച്ച് 32 കിലോ മാത്രമേ പാടില്ലത്തുള്ളൂ. നമ്മുടെ ബാഗേജ് ഒരു പെട്ടി 25 kgs മാത്രമേ. 25 കിലോ കൊണ്ട് 3 പേരും കൂടെ ഒരാൾക്ക് 40 കിലോ വരെ കൊണ്ടുവരും. നമ്മൾ ഒരു പെട്ടിയിൽ 25 കിലോ, അത് 2 പേരും കൂടെ ചേർത്താണ് 25 കിലോ കൊണ്ടുവന്നത്. 2 പേർക്കല്ല 3 പേർക്ക്. 3 പേരും കൂടെ ചേർത്ത് 25 കിലോ കൊണ്ടുവന്ന് അതുവരെ നിങ്ങൾ എടുത്ത് പിഴിഞ്ഞല്ലോ. ഒന്നും പറയാനില്ല. ബാക്കിയുള്ള എല്ലാവരുടെയും ജെട്ടി സാധനം എത്തി, നമ്മുടെ മാത്രം ഈ പാവം കൊച്ചിന്റെ വരാനകത്ത്. അതിന്റെ ബ്യൂട്ടി എന്നും ഒരു തട്ട് താഴെ തന്നെ. സൂപ്പർ വെതർ. പേഴ്സൊക്കെ ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. എനിവേസ്, അപ്പൊ നമുക്ക് നെഗറ്റിവിറ്റി വിടാം. ഇനി ഓൺലി പോസിറ്റീവ് വൈബ്സ്. നമുക്ക് ബോട്ടിലോട്ട് കയറാം. ബോട്ടിലോട്ട് കയറി ബാക്കി ഷോപ്പിംഗ് ടൈമിൽ കാണാം അല്ലേ? ഇനി നല്ല ഷോപ്പിംഗ്. ഇനി ഷോപ്പിംഗ് ടൈമിൽ കാണാം.